ചിത്രത്തിന് സാർവലൗകിക ഭാഷയുണ്ട്. അതാണ് ചിത്രകലയുടെ ശക്തി. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ചിത്രപ്രദർശനം സാധ്യമാകുന്നതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. വിഷൻ ഇൻട്രോസ്പെക്റ്റീവ് അന്താരാഷ്ട്ര ചിത്രപ്രദർശനം കൊയിലാണ്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് സംവദിക്കും. അതുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ ആർട്ട് എക്സിബിഷൻ സാധ്യമാകുന്നത്. ഒരു ഇന്റർനാഷണൽ പോയട്രി എക്സിബിഷൻ സാധ്യത, ഒരു ഇന്റർനാഷണൽ ഷോർട്ട് സ്റ്റോറി എക്സിബിഷൻ സാധ്യത. അതൊക്കെ ഭാഷയില്ല. പക്ഷെ ചിത്രങ്ങൾക്ക് സാധ്യതയുണ്ട്, ഫോട്ടോഗ്രാഫിന് സാധ്യതയുണ്ട്. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് എന്നതാണ് കാരണം. അതുകൊണ്ടാണ് ഇവിടെ കൊറിയക്കാരും ഇവിടെ കതിരൂരുകാരും ഒക്കെ ഇവിടെ കൊയിലാണ്ടിക്കാരും എല്ലാം ഇങ്ങനെ ഈ ഇന്റർനാഷണൽ സ്പേസിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം. അപ്പൊ അത് കുറെ കൂടി ഒരു കവിക്ക് സാധ്യമാകും. ഞാൻ നമ്മുടെ റിയാസ് കോമുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വിഷയം തരാം. വിഷയം തന്നിട്ട് ചിത്രമോ ശില്പമോ ഒന്നും ചെയ്യാൻ കഴിയുന്ന അല്ലാതെ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ കലികാലം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ അയാളോട് പറഞ്ഞു, ആരെങ്കിലും ഡൽഹിയിലോ ബോംബെയിലോ ഈ ശില്പം ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് ആ ശില്പം എന്ന് പറഞ്ഞാൽ? ഇതൊരു വല്ലാത്ത ഫാസിസ്റ്റ് പീരീഡ് അല്ലേ? അങ്ങനെ ഈ ഫാസിസ്റ്റ് പീരീഡിന് പറ്റിയ ഒരു പ്രതീകം നിങ്ങൾക്ക് ഭാഗവതത്തിൽ നിന്ന് കിട്ടും. കൊയിലാണ്ടി ശ്രദ്ധ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചിത്രപ്രദർശനം ക്യൂറേറ്റ് ചെയ്യുന്നത് പ്രശസ്ത ചിത്രകാരനായ സായി പ്രസാദ് ചിത്രകൂടമാണ്. 10 രാജ്യങ്ങളിൽ നിന്നായി 25 ചിത്രകാരന്മാരുടെ വിവിധ മാധ്യമങ്ങളിലുള്ള ചിത്രങ്ങൾ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ UK രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രദർശനത്തിൻ്റെ ക്യൂറേറ്റർ സായി പ്രസാദ് സ്വാഗതം പറഞ്ഞു. NV ബാലകൃഷ്ണൻ, KM ശിവാനന്ദൻ, ഷാജി കാവിൽ, റഹ്മാൻ കൊഴുക്കല്ലൂർ, CK കുമാരൻ, NV മുരളി, രാജേന്ദ്രൻ പുല്ലൂർ, ദിനേശ് നക്ഷത്ര എന്നിവർ സംസാരിച്ചു. പ്രദർശനം ജനുവരി 7 വരെ നീണ്ടുനിൽക്കും. എൻലൈറ്റ് ന്യൂസ്, കൊയിലാണ്ടി.